ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മുടെ കണ്ണൂർ തട്ടുകട സ്പെഷ്യലായിട്ടുള്ള അപ്പവും ബീഫുമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പവും ബീഫും എന്ന് പറയുമ്പോൾ ബീഫിൻ്റെ ഗ്രേവിയിൽ അപ്പം മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന അടിപൊളി റെസിപ്പിയാണിത്. ഇതിൽ ഉണ്ടാക്കുന്ന അപ്പം കലത്തപ്പം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കലത്തപ്പത്തിന് പകരം നമ്മുടെ കണ്ണൂരെ സ്വന്തം മുട്ടസിർക്ക് വെച്ചിട്ടും ഇത് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു അപ്പവും ബീഫും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബീഫിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു 400 ഗ്രാമോളം എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. എല്ലോട് കൂടിയിട്ടുള്ള പീസ് ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവാം. ബോൺലെസ് ആണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം പോലെ എടുക്കാം. ഇതിലേക്ക് ഒരു 2 സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക്, അല്പം കറിവേപ്പില, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അധികം ഗ്രേവിയുടെ ആവശ്യമൊന്നുമില്ല. ബീഫ് വേവുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും, പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. സാധാരണ നിങ്ങൾ എത്രയാണോ വേവിക്കുന്നത് അതുപോലെ വെച്ച് കൊടുത്താൽ മതി. അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇതൊരു 8 വിസിലാണ് ഞാൻ കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കലത്തപ്പമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കലത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വേവിച്ച ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും. 1 കപ്പ് പച്ചരിയല്ല നമ്മൾ എടുത്തത്, അപ്പോൾ അതിന് 1.25 കപ്പാണ് വെള്ളം വേണ്ടി വരാം. ആദ്യം 1 കപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക. അരക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കേണ്ട, ചെറിയ തരിതരിയായിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ മാവ് ഞാനൊരു ബൗളിലേക്ക് മാറ്റാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയതും പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കലത്തപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. ഫ്രൈ പാൻ ആകുമ്പോൾ പെട്ടെന്ന് റെഡിയായും ചെയ്യും, അപ്പത്തിന് അത്യാവശ്യം വലിപ്പം കിട്ടുകയും ചെയ്യും. സോസ് പാൻ ആണെങ്കിൽ സോസ് പാൻ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാള റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കലത്തപ്പത്തിൻ്റെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സവാള പൊന്തി ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. എന്നിട്ടൊന്ന് അങ്ങ് നിരപ്പാക്കി കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റാണ് വെക്കേണ്ടത്. വെരി ലോ ഫ്ലെയിമിൽ വെക്കുക. സോസ് പാനിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. സോസ് പാനിൽ ചെയ്യുന്ന കലത്തപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫ്രൈ പാനിലായതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കി നോക്കുക. എന്നിട്ട് ഒരു കത്തിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കുക. അത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒന്ന് റൂം ടെമ്പറേച്ചറിലാവണം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് സ്ക്വയർ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കാണാനൊരു ഭംഗിയാണ്. പിന്നെ കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യാം. നല്ല വലിയ പീസല്ല, ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ട് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ആ സമയത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളമുണ്ട്, ബീഫ് വേകുന്ന സമയത്ത് റിലീസായ വെള്ളമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2-3 ചെറിയുള്ളി കട്ട്
കട്ട് ചെയ്തത്, ഒരു 3 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫിൻ്റെ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫുള്ളായിട്ടിന് ഒഴിച്ചോളൂ. ഗ്രേവിയിൽ ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്നങ്ങ് വറ്റി കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കലത്തപ്പത്തിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഗ്രേവി എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കലത്തപ്പം മിക്സ് ചെയ്തിട്ടുള്ള അപ്പവും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രേവി വേണം നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത്, എന്നാലും തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിനുള്ള ഗ്രേവി കിട്ടുള്ളൂ. നല്ല ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. നമ്മൾ കുഞ്ഞിപ്പത്തൽ എന്താ പറയുക, ഇതിന് ആണപ്പത്തൽ ഒക്കെ പറയുന്നില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ലൊരു ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് ചായയുടെ കൂടെ ചൂടോടെ സെർവ് ചെയ്യുകയും ചെയ്യാം. അത്രയും നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്